ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സുന്ദരിയുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ചിലരൊക്കെ കമൻറ്റ് ഇടുന്നുണ്ട്. ഞാൻ ഒരുപാട് ദിവസമായി വെള്ള വീഡിയോ ചെയ്തിട്ട് അപ്പോൾ പുറത്തോട്ട് ഇറക്കി കെട്ടിയിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ആയിട്ടുണ്ട്, കണ്ടില്ലേ, 6:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കൂട്ടിലോട്ട് കയറ്റണം. ഇന്നിപ്പോൾ മറ്റേ അവരുടെ അസുഖം പറയുകയാണെങ്കിൽ എണീച്ച് നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നടക്കാനിപ്പോൾ വലിയ കുഴപ്പമില്ല, എന്നാലും കാല് മുമ്പിൽ ആ കൈ ഉണ്ടല്ലോ, അതിങ്ങനെ നടക്കുന്നിടത്ത് പെട്ടെന്ന് ഇങ്ങനെ മടങ്ങി പോകും. ഇപ്പോൾ വയറൊക്കെ കണ്ടില്ലേ, ഒട്ടി ഇങ്ങനെ ഇതുപോലെ കുഴി പോലെ ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ അഴുക്കൊക്കെ ഉണ്ട്. ഞാൻ കുളിപ്പിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. വീണ്ടും അഴുക്കായിട്ടുണ്ട്. പിന്നെ അവൾ പ്രസവിച്ചിട്ട് ആ കിടപ്പന്നെ ആയതുകൊണ്ട് അവളുടെ വേസ്റ്റ് അങ്ങ് മുഴുവനായിട്ടും പോയിട്ടില്ല. ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ അകിടിൻ്റെ വയറൊക്കെ കണ്ടില്ല, വെള്ളമൊന്നും കുടിക്കില്ല കേട്ടോ. ഇപ്പോൾ തീറ്റയെടുക്കലും വെള്ളം കുടിക്കലും ഭയങ്കര കുറവാണിപ്പോൾ. പഴയതുപോലെ ആയിട്ടേ ഇല്ല. എണീച്ച് നടക്കാൻ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് മാറ്റമൊന്നും വന്നിട്ടില്ല. ഇനിയും ഒരുപാട് ഇവളുടെ ഇതിൽ വ്യത്യാസം വരാനുണ്ട്. നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. വയറൊക്കെ ഇതുപോലെ കുഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, വെള്ളവും കുടിക്കില്ല, വയറ് നിറച്ച് പുല്ലൊന്നും അങ്ങനെ കഴിക്കില്ല. ചെറുതായിട്ട് ഇങ്ങനെ 1-2 ഇങ്ങനെ കഴിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ അയ വെട്ടുന്ന കുറവാണ് കേട്ടോ. ദഹനക്കേട് കൊണ്ടല്ല. പിന്നെ ഒരുപാട് ഇങ്ങനെ മരുന്നുകളൊക്കെ കൊടുത്തപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റാണോ എന്തെന്ന് അറിയില്ല. ഇപ്പോൾ തീറ്റയും കൂടി അങ്ങ് മാറ്റി. അതുപോലെ അയവെട്ടലും ഇല്ല. എപ്പോഴെങ്കിലുമൊക്കെ 1-2 ഇങ്ങനെ അയവെട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലപോലെ ഇവർ കിടക്കുമ്പോൾ ഇങ്ങനെ അയ വെട്ടുമല്ലോ, എന്നാലാണ് അവർ കൂടുതൽ വെള്ളവും തീറ്റയൊക്കെ എടുക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റേതായ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ശരിയായി വരാനുണ്ട്. പിന്നെ അകിടാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ആ ഒരു സൈഡിൽ നീര് മുഴുവനായിട്ടും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ മരുന്ന് അരച്ചിടുന്നുണ്ട്. കൊടുക്കുന്നത് നിർത്തി, വേറൊന്നും കൊണ്ടല്ല. ചായ വെട്ടലൊക്കെ നിർത്തി. അവൾക്ക് വിശപ്പും ദാഹമൊക്കെ ഇല്ലാതായി എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഹോമിയോ മരുന്ന് കൊടുക്കുന്നില്ല. രണ്ടാമതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എണീച്ച് നടക്കാനുള്ളതൊക്കെ ഒരെണ്ണം കഴിഞ്ഞാൽ രണ്ടാമതൊരു ബോട്ടിലും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 3/4 ഭാഗം കൊടുത്തു. ഇനിയിപ്പോൾ കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവൾ തീറ്റ എടുക്കലൊക്കെ തുടങ്ങട്ടെ. ഇനിയിപ്പോൾ അത്യാവശ്യം ചെറുതായിട്ട് ഇങ്ങനെ നടക്കുന്നൊക്കെ ഉണ്ട്. പഴയ പോലെ അങ്ങ് ഉഷാറായിട്ടില്ല കേട്ടോ. ഉണ്ടോ, പഴയ നമ്മുടെ ആടേ അല്ല, ഒരുപാട് മാറ്റം വന്നു. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നമ്മുടെ മുൻപത്തെ വീഡിയോകൾ കാണുന്നവർക്ക് അറിയാം, ഇവൾ ഇതുപോലൊന്നും അല്ലായിരുന്നു. നല്ല ഉഷാറായിട്ടുള്ള ആടനെ ആയിരുന്നു. എന്നാലും പടച്ചവൻ്റെ ഒരു ഇതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു രീതിക്ക് ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ടില്ല ഇവളെ എണീച്ച് നടക്കുന്നു. അത്ര തളർന്ന് ഒരു ശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞു കേട്ടോ ഇവൾ പ്രസവിച്ചിട്ട്. പിന്നെ കുഞ്ഞുങ്ങളെയൊന്നും ഞാൻ പിന്നെ വീഡിയോയിൽ കാണിച്ചിട്ടേ ഇല്ല. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. പിന്നെ ഇവൾക്ക് ഇപ്പോഴും പാലൊന്നും ഇല്ല കേട്ടോ, വെറും ഒരു വെള്ളമാണ്. അതിപ്പോൾ താഴോട്ട് അങ്ങനെ കൂടുതൽ ഇറങ്ങി വരുന്നില്ല. ഒരു ഉണ്ട പോലെ ആയിട്ട് അങ്ങനെ അകിടിൽ തന്നെ നിൽക്കുകയാണ്, ഒരു സൈഡിൽ അതുപോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കറന്ന് കളയാനത് താഴോട്ട് ഇറങ്ങി വരുന്നില്ല, എന്നാലല്ലേ കറന്ന് കളയാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് പാലല്ല, വെറും പച്ച വെള്ളം പോലെയുള്ള വെള്ളമാണത്. അപ്പോൾ താഴേക്ക് പാലിറങ്ങാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനത് അരച്ചിടുവാണ്. എന്ന് വെച്ചാൽ പുറമേ നമ്മൾ അരച്ച് പുരട്ടുമ്പോൾ അതങ്ങ് വറ്റി വറ്റി ചുങ്ങി പോവണം. അത് വെച്ചാൽ നീരാണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ വരുന്നത്. ഇപ്പം മരുന്ന് അങ്ങനെ പ്രത്യേകിച്ച് കൊടുക്കുന്നില്ല. പിന്നെ തീറ്റ എടുക്കാത്തതിൻ്റെ ആ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ഇനിയിപ്പോൾ പ്രസവിച്ചതല്ലേ, വിരമരുന്ന് കൊടുത്തു കേട്ടോ. നമ്മൾ ചോദിച്ചിട്ട് തന്നെ, പ്രസവിച്ച ആടിനെന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് തന്നെ വിരമരുന്ന് ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും വിശപ്പൊന്നും ഇല്ല. വെച്ചാൽ ഇപ്പോഴും തീറ്റ എടുക്കലും അയവെട്ടലും ഇല്ല, വെള്ളം കുടിക്കുന്നില്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ തീറ്റ ഉഷാറാക്കണം, എന്നാലാണ് ഇവളൊന്ന് നല്ലപോലെ തടി വെച്ച് വരുള്ളൂ. കണ്ടില്ലേ, വയറൊക്കെ അങ്ങനെ കുഴിഞ്ഞിട്ടാണ്. അപ്പോൾ എല്ലാം ശരിയാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. മരുന്ന് അരച്ച് പുരട്ടുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ വിരമരുന്ന് കൊടുത്തു. ഈത്തപ്പഴം ഇടയ്ക്ക് കഴിക്കൂട്ടോ, ഇടയ്ക്ക് കഴിക്കില്ല, പഴയതുപോലെയൊന്നുമല്ല. പിന്നെ ഇപ്പോൾ താടിയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിണ്ണാക്ക് ഇങ്ങനെ ആയിട്ടേ ഒരുപാട് നാളായിരുന്നു. അപ്പോൾ അത് കട്ട പിടിച്ചപ്പോൾ നമ്മൾ അത് വെട്ടിക്കൊടുത്തു. അപ്പം അങ്ങനെ പോകുന്നു. കുറേശ്ശെ അങ്ങനെ ശരിയായി വരുമായിരിക്കും. ഇപ്പോൾ മരുന്നുകൾ കൊടുക്കാത്ത ഇതാണ് കേട്ടോ. അവൾക്ക് വിശപ്പും ഇതൊന്നും ഇല്ല. പിന്നെ ഇപ്പോൾ അതിനുള്ള വൈറ്റമിൻസിൻ്റെ എന്തെങ്കിലും സപ്ലിമെൻറ്റ് വാങ്ങിച്ചു കൊടുക്കണം. നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇവൾ പഴയ പോലെ നല്ലപോലെ ആരോഗ്യത്തോടെ ഇങ്ങ് വരണം. അതിന് നല്ലോണം തീറ്റ എടുക്കുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യണം, എന്നാലാണ് ഉഷാറായിട്ട് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ നടക്കുമെന്നല്ലാതെ കയ്യിൻ്റെ മുട്ടിങ്ങനെ നടക്കുന്നതിൽ ഇടയ്ക്കിടയ്ക്ക് വീഴാൻ പോകും കേട്ടോ. അങ്ങനെയൊക്കെ ഒന്ന് പോകുന്നുണ്ട്. പിന്നെ 2 നേരം നമ്മളെല്ലാം ഇട്ട് കൊടുക്കും, പക്ഷേ അവൾ കഴിക്കില്ല. അപ്പോൾ അത് എടുത്ത് കളയും. അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നു. പിന്നെ പറമ്പിലോട്ടൊന്നും അങ്ങനെ കൊണ്ടുപോകാറില്ല കേട്ടോ. എന്ന് വെച്ചാൽ മറ്റേ സ്റ്റെപ്പൊക്കെ ഇറങ്ങാനും കയറാനൊക്കെ ബുദ്ധിമുട്ടാണ്. കൂട്ടിൽ നിന്ന് അങ്ങനെ ഇറക്കും. അവൾ തന്നെ കുറച്ച് കഴിഞ്ഞാൽ താനെ കൂട്ടിലോട്ട് അങ്ങനെ കയറും. പിന്നെ മുറിവിൻ്റെ കാര്യം, ഇവൾക്കൊരു മുറിവുണ്ടായിരുന്നല്ലോ, അത് ഉണങ്ങിയിട്ടോ. അതിപ്പോൾ നമുക്കൊരു പശു ഫാമൊക്കെ ഉള്ള അവർ പറഞ്ഞെന്നാൽ ആ ഒരു മരുന്ന്
ഉപയോഗിച്ചിട്ട് എന്തായാലും മരുന്ന് കഴിഞ്ഞിട്ടും ഞാനത് മാറില്ലെന്ന് വിചാരിച്ചു. അത്രയും മറ്റേ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്പ്രേ ആണ്. അപ്പോൾ അത് ഞാൻ പിന്നീട് മുറിവ് ഉണക്കാനായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മുറിവ് അങ്ങനെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അകിടിന് മുകളിലായിട്ടുള്ളൊരു മുറിവുണ്ടായിരുന്നു. അതും അകിടിൻ്റെ പ്രശ്നവും കയ്യിൻ്റെ വേദനയും തളർച്ചയും എല്ലാം കൂടെ ആയപ്പോൾ ഇങ്ങനെ ഒരുവിധമായി പോയതാണ്. അപ്പോൾ അതെല്ലാം ശരിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അകിടിന് കുറച്ച് നീരുണ്ട്, അത് പോവണം. പിന്നെ ഇവൾക്ക് വിശപ്പ് ഇതൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സപ്ലിമെൻ്റ് ഇനി കൊടുക്കണം. പിന്നെ പഴയതുപോലെ തീറ്റ എടുക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യണം. അത്രയൊക്കെ മാറ്റങ്ങൾ വരാനുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.